സാറിനെ കുറച്ച് ബാക്കിൽ വെക്കുക. എത്തിച്ച നമ്മുടെ കായിക പ്രതിഭകൾ IM വിജയന്റെയും ജോപോൾ അഞ്ചേരിയുടെയും നേതൃത്വത്തിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൂട്ടുകെട്ടുന്നു. IM വിജയന്റെയും ജോപോളിന്റെയും ഒക്കെ ബൂട്ടിൽ നിന്നുള്ള തീയുണ്ടകൾ നേരിട്ട് കാണാൻ അവസരമില്ലാതെ പോയ ഒരു തലമുറയ്ക്ക് അത് ഒരിക്കൽ കൂടി നേരിൽ കണ്ട് ആസ്വദിക്കാം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് അവസരമൊരുക്കുകയാണ്. കൽപ്പന്ത് കളിയുടെ രാജാക്കന്മാർ IM വിജയന്റെയും ജോപോൾ അഞ്ചേരിയുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ കിംസ് ഹെൽത്ത് ട്രോഫിക്ക് വേണ്ടിയുള്ള മീഡിയ ഫുട്ബോൾ ലീഗിന്റെ ഭാഗമായി ഈ മൈതാനത്ത് കൂട്ടുകെട്ടുന്നു. IM വിജയനോടൊപ്പം U ഷറഫലി, കുരികേഷ് മാത്യു, KT ചാക്കോ, അവിടെ അമൃത ഒരു ഗോളിന് ദേശാമനിക്കെതിരെ ലീഡ് നേടുന്നു. കൃഷ്ണചന്ദ്രന്റെ ഗോളാണ്, നമ്പർ 7 കൃഷ്ണചന്ദ്രൻ. അബ്ദുൾ റഷീദ് ആൻഡ് സുരേഷ് കാസർഗോഡ്. ജോപോൾ അഞ്ചേരിക്കൊപ്പം കൂട്ടുകിട്ടുന്നത് ജിജു ജേക്കബ്, അപ്പുക്കുട്ടൻ, ആസിഫ് സഹീർ, VP ഷാജി, ഇഗ്നേഷ്യസ്, സുരേഷ് കുമാർ, എബിൻ റോസ്, ശ്രീഹർഷൻ, ജോബിയാൻ, ജയകുമാർ. ഈ തീപാറും പോരാട്ടം അതിനുള്ള സെമി ഫൈനൽ മത്സരമാണ് പുരോഗമിക്കുന്നത്. കൃഷ്ണചന്ദ്രൻ നേടിയ ഗോളിന് ഇപ്പോൾ അമൃത മുന്നിലാണ്. MFL ദേശാഭിമാനിക്ക് അനുകൂലമായ ഒരു കോണം. നല്ല നല്ല വളരെ മനോഹരമായ ആ ഒരു കാൽപരിമാറ്റം ഉണ്ടാക്കുന്നു ഒരു ഗോളിൽ നിന്നുള്ളൊരു സാഹചര്യം. സുകേഷ് ഗോൾ അടിച്ചു കൂട്ടുകയായിരുന്നു ശരിക്കും ഇതുവരെ നടന്ന മത്സരങ്ങളിലല്ല. അതുകൊണ്ട് ആ കോമ്പിനേഷൻ അപകടകരമാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന IM വിജയൻ ജോപോൾ അഞ്ചേരി ടീമിന്റെ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതിനായി സന്തോഷ് ട്രോഫി മുൻ താരവും ടൈറ്റാനിയത്തിന്റെ മധ്യനിര താരവുമായിരുന്ന ശ്രീ അബ്ദുൾ റഷീദ് ഇവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ശ്രീ അബ്ദുൾ റഷീദ്. സർ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ജോലി ഒരു എന്റർടൈൻമെന്റ് ആണ് ഈ ഫുട്ബോളെങ്കിൽ കൂടിയും ആവേശം വളരെ വലുതാണ്. കാരണം ഫുട്ബോളിന് ആ ഒരു താരം മുൻ സന്തോഷ് ട്രോഫി താരം ഇന്ന് IM വിജയൻ ജോപോൾ അഞ്ചേരി ടീമുകൾ കൂട്ടുകെട്ടുമ്പോൾ അതിന്റെ ഭാഗവാക്കാകാൻ എത്തിച്ചേർന്ന ശ്രീ അബ്ദുൾ റഷീദിന് തിരുവനന്തപുരം പ്രസ് ക്ലബ് കിംസ് ഹെൽത്ത് ട്രോഫി MFL 2023 സംഘാടക സമിതിയുടെ ഹൃദ്യമായ സ്വാഗതം. മനോജിന്റെ മധ്യത്തിൽ നിന്നുള്ളൊരു ഷോട്ട് സുകേഷിന് എളുപ്പത്തിലത് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചില്ലെങ്കിലും അത് ആ അപകടം ഒഴിവാക്കുന്നു. സന്തോഷ് 8-ാം നമ്പർ താരം അമൃതയുടെ ഗുഡ് പാസ്. അനന്തവിലേക്ക് അളന്നു മുറിച്ചതുപോലെ അനന്തപുരത്തിന്റെ തലപ്പാകത്ത് ദേശാഭിമാനിയുടെ പ്രത്യാക്രമണം. ഒരു ഗോൾ വീണെങ്കിലും ആവേശം ഒട്ടും ചോർന്നു പോകുന്നില്ല ദേശാഭിമാനിക്ക്. അനന്തവിന്റെ മറ്റൊരു മുന്നേറ്റം.
ഒരുപക്ഷേ വഴങ്ങിയതിന് ശേഷമുള്ള അവരുടെ ഒരു കളിയിൽ തന്നെ ദേശാഭിമാനിയുടെ ഒരു അറ്റാക്കിംഗ് ശൈലിയിൽ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കാരണം തളർച്ച. സഫർ ത്രോ കൃഷ്ണചന്ദ്രൻ രണ്ടാം സെമി ഫൈനൽ സെൻട്രൽ കോർട്ടിൽ കിംസ് ഹെൽത്ത് ട്രോഫി മീഡിയ ഫുട്ബോൾ ലീഗ്. നല്ല കേരള കൗമുദി ഗോൾ കീപ്പറുടെ ഉജ്ജ്വല അമൃത് ദേശാഭിമാനി ഗോൾ കീപ്പറുടെ ഉജ്ജ്വല സേവ് KR രജീഷ്. സന്തോഷിലേക്ക് സന്തോഷിന്റെയും ഷോട്ടുകളിലൂടെ പ്രതിസന്ധിയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഗോൾ നേടാനുള്ള ശ്രമമാണ് സന്തോഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിയ വ്യത്യാസത്തിൽ മുകളിലൂടെ പുറത്തേക്ക് പോയി. സന്തോഷ് അനന്തു കൃഷ്ണചന്ദ്രൻ ഗോളിയുടെ രജീഷിന്റെ ക്ലിയറൻസ് ത്രോയിൽ. ഇതിന് മിസ്സാവുന്നു. ഇതിലത്തെ ആളുടെ ബാക്കിലായി പോകും. ആളുടെ ബാക്കിലായി പോകും. അവൻ്റെ ആളുടെ ബാക്കിലായി പോകും. ആയി എന്നിട്ട് ആളെ പിടിച്ചേടാ. എന്നിട്ട് ആളെ പിടിച്ചേടാ. രഞ്ജിത്ത് ഫ്രീ ആയിട്ട് നിൽക്കാം. അനന്തുവിലേക്ക് അപകടകരമായ അവസ്ഥയായിരുന്നു അവിടെ അജനാസിന്റെ കൃത്യമായ ഇടപെടൽ. നല്ലൊരു ചിന്തയായിരുന്നു, ഒരു നീക്കമായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ട് ഇറങ്ങുന്നു. ആളെ പിടിക്കില്ല. ദേശാഭിമാനി നിതിൻ, അജനാസ്, ശിവ. ഓ സജിത്, നല്ലൊരു കീപ്പർ സുകേഷ്. അവിടെ സുകേഷിന് ആ പന്ത് അപകടകരമായ രീതിയിലെത്തിയ പന്ത് കളക്ട് ചെയ്യാനാകുന്നു. അമൃതയുടെ പ്രത്യാക്രമണം ഒഴിവാക്കുന്നു ഗോൾ കീപ്പർ രജീഷ്. നിതിൻ പ്രത്യാക്രമണം ഒന്നുകൂടെ. അവിടെ രഞ്ജിത്തിന്റെ കൃത്യമായ ഇടപെടൽ. സന്തോഷിന് ഗോൾ. ആരാ ഇവിടെ ലീഡ് ഉയർത്താനുള്ള ഒരു അമൃതയുടെ ശ്രമം ഓഫ് സൈഡിൽ കലാശിച്ചു. 1-0. ആദ്യ പകുതി പൂർത്തിയാകുമ്പോൾ ലീഡ് ചെയ്യുന്നു അമൃത. ഒരു ഗോളിൽ കൃഷ്ണചന്ദ്രൻ നേടിയ ഒരു ഗോളിന് മുന്നിലാണ് അമൃത. മികച്ച ഒരു മത്സരം. സെമി ഫൈനൽ 2 കേരള കൗമുദിയെ ഫൈനലിൽ നേരിടുന്ന ടീം ഏത് എന്ന് നിശ്ചയിക്കാനുള്ള പോരാട്ടം.
രണ്ടാം പകുതി ആരംഭിച്ചു. അമൃത വേഴ്സസ് ദേശാഭിമാനി. കിംസ് ഹെൽത്ത് ട്രോഫിക്ക് വേണ്ടിയുള്ള MFL 2023 രണ്ടാം സെമി ഫൈനൽ. അമൃത ആദ്യ പകുതിയിൽ നേടിയ ഒരു ഗോളിന് മുന്നിലാണ്. അനന്തു രഞ്ജിത്ത് വീണ്ടും അനന്തു. അപകടം ഒഴിവാകുന്നില്ല. ദേശാഭിമാനിയുടെ ഗോൾ മുഖത്ത് രഞ്ജിത്ത്. ശിവ. ദേശാഭിമാനിയുടെ മുന്നേറ്റം മനോജിലേക്ക്. മനോജിലൂടെ അമൃതയുടെ മുന്നേറ്റം. സന്തോഷ് വലതുവെങ്കിലൂടെ. ലീഗൽ അസിസ്റ്റന്റ് സന്തോഷിന് അവിടെ ദേശാഭിമാനി ഈ മൈതാനത്ത് സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ദേശാഭിമാനിയിൽ നിന്നും ഈ പ്രസ് ക്ലബിന്റെ ഓരോ കായിക മാമാങ്കവും നല്ല രീതിയിൽ നടത്തുന്നതിന് സർവ്വ പിന്തുണയും നൽകി ഒപ്പമുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് MP പ്രദീപിന്റെ ഓർമ്മകൾ അലയടിക്കുകയാണ്. അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ദേശാഭിമാനിയുടെ ചീഫ് ഓഫ് ബ്യൂറോ ദിനേശ് വർമ്മ പ്രദീപ് അനുസ്മരണം നടത്തും. മനോജിന്റെ സന്തോഷ്. അനന്തുവിന് അത് കണക്ട് ചെയ്യാനാകുന്നില്ല. ഓഫ് സൈഡ്. ശിവ. മനോജ്. സജിത്. കളിക്കാരനെ കണ്ടെത്താനാകുന്നില്ല സജിത്തിന്. ആ ബോളുമായി രഞ്ജിത്തിന്റെ മുന്നേറ്റം. അനന്തു. സന്തോഷ്. കൃഷ്ണേന്ദ്രൻ നേടിയ ഒരു ഗോളിന് മുന്നിലാണ് അമൃത ഇപ്പോൾ. ഈ ടൂർണമെന്റിലെ രണ്ടാം സെമി ഫൈനലാണ് നടക്കുന്നത്. കോൺഗ്രസ് അവിടെ ഗോളിയുടെ അഡ്വാൻസ് ക്ലിയറൻസ്. അമൃതയുടെ കാലിൽ തന്നെയാണ് പന്ത് പോഴും. ബോൾ പൊസിഷൻ കൃത്യമായി കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ചടുലമായ പല നീക്കങ്ങളും കൃത്യമായ സമയങ്ങളിൽ നടത്താൻ ദേശാഭിമാനിക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മത്സരത്തിൻ്റെ ഒരു ബോളിൻ്റെ ഒരു സൗന്ദര്യം നിലനിർത്തും. യെസ്, ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇതേ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഒരുപക്ഷെ ഏകപക്ഷീയം എന്ന് തോന്നിക്കാവുന്ന തരത്തിലായിരുന്നു ആ മത്സരത്തിൽ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നല്ല ദേശാഭിമാനിയുടെ തുടരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില മിന്നലാക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇരുവശത്തും കൃത്യമായി ഗോളികൾ പരീക്ഷിക്കപ്പെടുന്നു. അവർ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ആ ഭീഷണി ഒഴിവായി കിട്ടുന്നു. അത് അവിടെ ഓഫ് സൈഡാണ്. അജിനാസ്. എത്ര വിട്ടിട്ട് അനന്തു.
ഒരു പിടി നീക്കങ്ങൾ ഇരുഭാഗത്തും കാണുന്നു. രണ്ടാം സെമി ഫൈനലിൽ ഒരു ആവേശം ഉയരുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു സുവർണ അവസരം, ഗോൾ നില ഉയർത്താനുള്ള ഒരവസരം. രഞ്ജിത്ത് അമൃത അനന്തപുരയ്ക്ക് യെസ്, ശിവയുടെ ക്ലിയറൻസ്. കോർണർ വീണ്ടും ഗോളിക്ക് ഗോളായിരുന്നു അത്. ദേശാഭിമാനിയുടെ ഗോൾ. അവിടെ കൃത്യമായി മഞ്ഞക്കാർഡ് ലഭിക്കുമെന്നതിന് സംശയമില്ല. ഒരിക്കലും ഫ്ലാഗ് എടുത്ത് മാറ്റാൻ പാടുള്ളതല്ല. 8ാം നമ്പർ താരം സന്തോഷിന് മഞ്ഞ കാർഡ്. പുറത്തേക്ക് അജിനാസ്, മനോജ്. മനോജിന്റെ മുന്നേറ്റം ദേശാഭിമാനിക്ക് പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ മുന്നേറ്റ നിര താരങ്ങൾ പന്തുമായി മൈതാന മധ്യത്ത് നിന്ന് എതിർ ഗോൾ മുഖത്തേക്ക് ഓടിക്കയറുമ്പോൾ അവിടെ പന്ത് കണക്ട് ചെയ്ത് നൽകാൻ ആളെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഈ സമയത്ത് കേൾക്കില്ല. ഈ സമയത്ത് കേൾക്കും. മനോജിലേക്ക് നല്ല പാസുകൾ, നല്ല നീക്കം. ഡിഫൻസ് കൂട്ടാന്നുള്ളേ ഉള്ളൂ. കൃത്യമായി സജിത്ത് അത് വിവിന്റെ കൃത്യമായുള്ള ഒരു ഇന്റർസെപ്ഷൻ. സമനിലയിലേക്ക് എത്തിക്കാൻ ദേശാഭിമാനിയുടെ അവസാന പരിശ്രമം. സജിത്ത് അപകടം ഒഴിവാകുന്നു. ദേശാഭിമാനിയുടെ രഞ്ജിത്ത് ഇവിടെ ഡിഫൻസിൽ വന്നിരുന്നു. കൃത്യമായി മുതലെടുക്കാൻ അമൃത ദേവിക്ക് കഴിഞ്ഞു. അമൃത ലീഡ് ചെയ്യുന്നു. 2-0. രഞ്ജിത്ത്, ജേഴ്സി നമ്പർ 5. 2-0. നമ്പർ 2. സമാധാനത്തിൽ ഈസി കേറ്. മത്സരം പൂർത്തിയാകുമ്പോൾ രണ്ട് ഗോളുകൾ അമൃത ടി വി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. അമൃത 2, ദേശാഭിമാനി 0. അമൃത ടി വി ഫൈനലിലേക്ക്. കേരള കൗമുദി എയുമായി 3 മണിക്ക് നടക്കുന്ന ഫൈനലിൽ അമൃത ഏറ്റുമുട്ടു. പ്ലീസ് നോട്ട്, ടീം അമൃത നമ്മുടെ ഫൈനൽ മത്സരം 3 മണിക്കാണ്. നല്ല ചാൻസ്. സ്പെഷ്യൽ ഗസ്റ്റ് അഭിമാന താരങ്ങളുടെ പോരാട്ടം കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഫൈനലിലേക്കുള്ള ഒരു യാത്ര? ഫസ്റ്റ് കളി നമ്മുടെ സെമി ലിസ്റ്റുകളുടെ ഫസ്റ്റ് കളി കളിച്ച പോലെയല്ല. ഒരുപാട് ഓരോ കളികളാകുമ്പോൾ മെച്ചപ്പെട്ട് വരും. അപ്പോൾ നല്ല കളികൾ നമ്മൾ ഗോൾ സ്കോർ ചെയ്തു.
ഫൈനലിലേക്കുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? താങ്ക് യു മുസാഫർ. ഇവിടെ നമ്മുടെ പ്ലേയേഴ്സിന് ഒരു അഭിപ്രായം സാധിച്ചിട്ടുണ്ട്.